പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവരാജ്യ ശുശ്രൂഷയിൽ നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ വലിയ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ ഇങ്ങനെ തിരഞ്ഞെടുത്ത് വ്യത്യസ്ത മേഖലകളിൽ വളർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ പല മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകളിൽ പങ്കെടുക്കുന്നവർ, പല ധ്യാന കേന്ദ്രങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവർ, പല പല മേഖലകളിൽ ദൈവരാജ്യ ശുശ്രൂഷയോട് അങ്ങേയറ്റം സ്നേഹിക്കുന്നവരുണ്ട്. ഇനി ഒരുപക്ഷെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊന്നും പങ്കെടുക്കാതെ വീടുകളിൽ സ്വസ്ഥമായിട്ട് ഉള്ള പ്രാർത്ഥന ചൊല്ലി ജീവിക്കുന്നവരുണ്ട്. ആരും ആയിക്കൊള്ളട്ടെ, ഒരു കാര്യം ഉറപ്പ്, നിന്നെ ദൈവം ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച്, ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ദൈവീക ഇടപെടലുകൾ ഞങ്ങളുടെ ഈ അന്തരീക്ഷത്തിൽ സംഭവിക്കണമേ. ഞങ്ങളുടെ ആത്മീയ മേഖലയിൽ വലിയൊരു അഭിഷേകം പരിശുദ്ധ അമ്മയിലൂടെ സംഭവിക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ദൈവജനമേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് വലിയ ഒരു ദൈവരാജ്യ ശുശ്രൂഷയിൽ നമ്മൾ പങ്കാളിത്തം വഹിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവജലമേ, ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ ഓരോ വ്യക്തികളിലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുവാൻ ഇടവരുത്തണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന കർത്താവേ. മഹത്വം, 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 മഹത്വം കർത്താവേ. ജീവജല നദിയേ, ആമേൻ. ജീവജല നദിയേ, അടിയേരിൽ ഒഴുകേണമേ. ആഗ്രഹിക്കാം എന്നിൽ നിന്നും ആമേൻ എന്നിലേക്കും അളവില്ലാതൊഴുകേണമേ. ജീവനദിയേ, ഓ പരിശുദ്ധാത്മാവേ, the living water. ആമേൻ, ആമേൻ. എന്നിൽ നിന്നും എന്നിലേക്കും അളവില്ലാതൊഴുകേണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. ആത്മാവിൻ ഫലം എന്നിൽ നിറയുവോളം, ആത്മവരങ്ങളാൽ നിറയുവോളം, പരിശുദ്ധാത്മാവേ, ആത്മാവിൻ ഫലം എന്നിൽ നിറയുവോളം, ആത്മവരങ്ങളാൽ നിറയുവോളം, ആത്മാവേ, എന്നിൽ നിന്നും എന്നിലേക്കും ആമേൻ അനുദിനമൊഴുകേണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നിൽ നിന്നും എന്നിലേക്കും പരിശുദ്ധാത്മാവേ, അനുദിനമൊഴുകേണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവജല നദിയേ, പരിശുദ്ധാത്മാവേ, ജീവജല നദിയേ, ആഗ്രഹിക്കുന്നു. അടിയേരിൽ ഒഴുകേണമേ. എന്നിൽ നിന്നും ആമേൻ എന്നിലേക്കും കർത്താവേ, അളവില്ലാതൊഴുകേണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളിലേക്കും അഭിഷേകത്തിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ. സകല തടസ്സങ്ങൾ കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തികളിലേക്ക് ഒരു പുത്തൻ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. കർത്താവിന്റെ ആത്മാവ് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥ ശക്തിയാല് ഈ ദൈവജനത്തെ വിശുദ്ധീകരിക്കട്ടെ. ആരാധന, 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 ആരാധന കർത്താവേ. സ്തുതിക്കുന്ന കർത്താവേ, മഹത്വം കർത്താവേ. കർത്താവിന്റെ ആത്മാവ് ദൈവജനത്തിൽ വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൈകൾ കൂപ്പി സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷത്തോടെ ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുന്നു. അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ഇരിക്കാം. പ്രിയപ്പെട്ടവർ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ മേഖല പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് തുറന്നു തരാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു സഹോദരി എന്നോട് ചോദിച്ചു, അച്ഛാ, ആത്മീയമായി വളരാൻ എന്ത് പ്രാർത്ഥനാ രീതിയാണ് ഞാൻ അഭ്യസിക്കേണ്ടത്? ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും.
അപ്പോൾ ചോദ്യം, അച്ഛാ ഞാൻ എന്ത് പ്രാർത്ഥനാ രീതിയാണ് അഭ്യസിക്കേണ്ടത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിൽ പല പല ഉത്തരങ്ങൾ വന്നു. പെട്ടെന്ന് പരിശുദ്ധ അമ്മയുടെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വന്നു. പരിശുദ്ധ അമ്മ എങ്ങനെ, ഏത് പ്രാർത്ഥനാ രീതിയിലാണ് പരിശുദ്ധ അമ്മ തൻ്റെ ആത്മീയ ജീവിതം വളർത്തിയെടുത്തത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. പരിശുദ്ധ അമ്മയുടെ ആത്മീയ ജീവിത രീതി എങ്ങനെയായിരുന്നു? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ പ്രാർത്ഥനാ ജീവിത രീതികളെ ഒന്ന് വളർത്തിയെടുക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് പരിശുദ്ധ അമ്മയോട് വലിയ സ്നേഹമുള്ളവരാണ്. പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ രീതികൾ നമുക്കും അങ്ങേയറ്റം പ്രധാനപ്പെട്ടതല്ലേ? ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറയും, എൻ്റെ പ്രാർത്ഥനാ രീതി, ഞാൻ പണ്ട് തൊട്ടുള്ള എൻ്റെ ഒരു ശൈലിയുണ്ട്, അത് മതി, എനിക്ക് ഈ പുതിയ പ്രാർത്ഥനാ ശൈലിയൊന്നും ഇഷ്ടമല്ല. മറ്റൊരു വ്യക്തി കഴിഞ്ഞ നാളിൽ ഒരു ധ്യാനത്തിന് വന്നപ്പോൾ പറഞ്ഞു, അച്ഛാ ഞാൻ സത്യക്രിസ്ത്യാനിയാണ്, ഞാൻ പഠിച്ചിട്ടുള്ള ചില പ്രാർത്ഥനാ രീതിയുണ്ട്, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന രീതി, ദൈവത്തെ സ്തുതിക്കുന്നു, കൈയടിക്കുന്നു, പാട്ടുപാടുന്നു, ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിട്ടുള്ളൊരു രീതിയുണ്ട്, അത് ഞാൻ ജപമാലയെല്ലും പള്ളിയിൽ പോകും, അത് മതി. അപ്പം ഇത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യമാണ്. പുതിയ പുതിയ പ്രാർത്ഥനാ രീതികളൊക്കെ നമ്മുടെ ചുറ്റുമൊക്കെ വളരുമ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട, പ്രാവർത്തികമാക്കേണ്ട കാര്യം ഉണ്ടോ? ഇതാണ് ചോദ്യം. ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പഠിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ അനുദിന ശുശ്രൂഷയിലുള്ള പ്രാർത്ഥനാ രീതികളൊക്കെ അവലംബിച്ച അമ്മയാണ്. അതേന്ന് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ രീതികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശുദ്ധ അമ്മയുടെ 7 പ്രാർത്ഥനാ രീതികൾ ഒന്ന് പഠിക്കുവാണ്. നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ എഴുതി പഠിച്ചോ. 7 പ്രാർത്ഥനാ രീതികൾ. അതിൽ ഒന്നാമത്തെ പ്രാർത്ഥനാ രീതി, പരിശുദ്ധ അമ്മയുടെ ഒന്നാമത്തെ പ്രാർത്ഥനാ രീതി ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 46-ാം തിരുവചനം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 46. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? 46-ാം തിരുവചനം മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ്. പരിശുദ്ധ മറിയം വചനം പഠിപ്പിക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തുതിച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ ഒന്നാമത്തെ ഒരു പ്രാർത്ഥനാ രീതിയാണ് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, സ്തുതി പ്രാർത്ഥന. ഇനി നമ്മളൊന്ന് ശ്രദ്ധിച്ചേ, ഈ പരിശുദ്ധ അമ്മ എവിടെ വെച്ചാണ് സ്തുതിച്ചത്? എന്തായിരുന്നു അന്തരീക്ഷം? എല്ലാം തികഞ്ഞിരിക്കുമ്പോഴാണോ? ലോട്ടറി അടിച്ചിരിക്കുമ്പോഴാണോ? എല്ലാം തികഞ്ഞ് ആഹാ സന്തോഷം, അങ്ങനെയുള്ള സാഹചര്യത്തിലാണോ? അല്ലെന്ന്. പരിശുദ്ധ അമ്മ ദൈവത്തെ സ്തുതിച്ചത് എപ്പോഴാ? ജീവിതത്തിൻ്റെ വലിയ സങ്കടത്തിൻ്റെ നിമിഷം. എലിസബത്തിൻ്റെ വീട്ടിലാണ്. എലിസബത്ത് നാണക്കേട് കാരണം വീടിൻ്റെ അകത്തിരിക്കുക. അപമാന ഭാരം ഉള്ളിലുണ്ട്, പ്രായം എത്തിയല്ലോ, ഇനി ഒരു കുഞ്ഞുണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു കുഞ്ഞുണ്ടാവുന്നു. നാണക്കേടും മാനക്കേടൊക്കെ ഉള്ളിലുണ്ട്. ആ വീട്ടിലെ അസ്വസ്ഥതയുടെ ഇരുള് നിറഞ്ഞ അവസ്ഥയുടെ നടുവിൽ ഇനി നമ്മൾ ഈ പരിശുദ്ധ അമ്മയുടെ അവസ്ഥ ചിന്തിച്ചേ. എന്താ അമ്മയുടെ അവസ്ഥ? പരിശുദ്ധ അമ്മയുടെ അവസ്ഥ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായിരിക്കുന്നു, മൊത്തം ജീവിതത്തിൽ പ്രതിസന്ധികളാണ്. പക്ഷേ പരിശുദ്ധ അമ്മ ചെയ്ത പ്രവൃത്തി എന്താ? പരിശുദ്ധ അമ്മ ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥനാ രീതി, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും തടസ്സങ്ങളും എന്തുമാവട്ടെ, അതിൻ്റെ ഒന്നാമത്തെ നടുവിൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതി ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പ്രാർത്ഥനാ രീതി, അത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 51-ാം തിരുവചനം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 2 2-ാം അധ്യായം അതിൻ്റെ 51-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? പരിശുദ്ധ അമ്മ ജീവിതത്തിലുണ്ടായ ഈ സംഭവങ്ങളെല്ലാം ഹൃദയത്തിൽ ഒരു ധ്യാന വിഷയമാക്കി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തമായിട്ടിരുന്ന് ഈ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും എല്ലാം ഹൃദയത്തിൽ ഒരു ധ്യാന വിഷയമാക്കി സ്തുതിച്ച് പ്രാർത്ഥിച്ച അതേ അമ്മ തന്നെയാണ് ശാന്തമായിട്ടിരുന്ന് ദൈവസന്നിധിയിൽ
ഈ വിഷയങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഒരു ധ്യാന വിഷയമാക്കി മാറ്റിയത്. അപ്പം നമ്മുടെ രണ്ടാമത്തെ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ രീതി എന്താണ്? ധ്യാനിച്ച് പ്രാർത്ഥിച്ച അമ്മ. ധ്യാനിച്ച് പ്രാർത്ഥിച്ച അമ്മ. ഇനി മൂന്നാമത്തെ പ്രാർത്ഥനാ രീതി വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം. നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം കാനായിലെ വിവാഹ വിരുന്ന്. ഇതിലെന്താ അമ്മയുടെ ഒരു റോള്? പരിശുദ്ധ അമ്മ അവിടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. എന്താണ്? ഇന്റർസെസറി പ്രെയർ, മധ്യസ്ഥ പ്രാർത്ഥന. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. മധ്യസ്ഥ പ്രാർത്ഥന. ഒരു കുറവ്, ഒരു പ്രശ്നം ഉള്ളപ്പോൾ അവർക്ക് വേണ്ടി ഇതാ ഒത്ത നടുവിൽ നിന്ന് തമ്പുരാൻ്റെ പക്കലേക്ക്, പുത്രൻ്റെ പക്കലേക്ക് കൈ നീട്ടുന്ന പരിശുദ്ധ അമ്മ. ഇത് എൻ്റെയും നിൻ്റെയും സ്വഭാവത്തിൽ വേണം. നമ്മുടെയൊക്കെ ചുറ്റും അനേകരുടെ ജീവിത ആവശ്യങ്ങൾ കാണുമ്പോൾ എനിക്കെല്ലാം ഉണ്ട്, ഇനി അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നല്ല, മറിച്ച് മറ്റുള്ളവരുടെ കണ്ണുനീരും രോഗങ്ങളും ദുഃഖങ്ങളും കാണുമ്പോൾ അവർക്ക് വേണ്ടി തമ്പുരാൻ്റെ പക്കൽ കൈ നീട്ടുന്ന മധ്യസ്ഥ പ്രാർത്ഥനാ രീതി നിന്റെ സ്വഭാവത്തിലുണ്ടോ? ഇല്ലെങ്കിൽ വളർത്തിയെടുക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കരിസ്മാറ്റിക് ശുശ്രൂഷ മേഖലകളിലൊക്കെയുള്ള ശക്തമായൊരു പ്രാർത്ഥനാ രീതിയാണ് ഏത്? മധ്യസ്ഥ പ്രാർത്ഥന. മിക്കവാറും ഇടവക കൂട്ടായ്മകളിൽ, പ്രാർത്ഥനാ കൂട്ടായ്മകളിലൊക്കെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ഒരുമിച്ചിരുന്ന് കുറച്ച് പേര് ഒരുമിച്ചിരുന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല രീതികളിൽ പ്രാർത്ഥിക്കാം. ജപമാല ചൊല്ലി, കുരിശിൻ്റെ വഴി ചൊല്ലി, പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ 2 ഗുണമുണ്ട്. എന്താണെന്നറിയാവോ? പ്രാർത്ഥിക്കുന്ന നമുക്കും അനുഗ്രഹം കിട്ടും, പ്രാർത്ഥിക്കുന്ന വിഷയത്തിലും അനുഗ്രഹം കിട്ടും. വ്യക്തികളുടെ പേര് പറഞ്ഞു, നിങ്ങൾ ഒത്തിരി പേര് ജീവിതത്തിൽ കാണുന്നവരാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അവരുടെയൊക്കെ പേരെഴുതി വെച്ച്, അവരുടെ നിയോഗം എഴുതി വെച്ച്, ആരെങ്കിലും നിങ്ങളോട് പറയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അപ്പം നമ്മൾ വെറുതെ അങ്ങോട്ട് പറയരുത്, പ്രാർത്ഥിച്ചേക്കാം പറയരുത്, മറിച്ച് അവരുടെ പേരോ അവരുടെ നിയോഗമോ ഒരു നോട്ട് ബുക്കിലൊക്കെ കുറിച്ച് വെച്ച് എല്ലാ ദിവസവും ആ നിയോഗത്തെ സമർപ്പിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയാക്കി മാറ്റുക. പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്നു, നമ്മുടെ സ്വഭാവത്തിൽ ഈ പ്രാർത്ഥനാ രീതി വളരെ അത്യന്താപേക്ഷിതമാണ്. 4-ാമത്തെ പ്രാർത്ഥനാ രീതി വചനം പഠിപ്പിക്കുന്നത് ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം അതിൻ്റെ 38-ാം തിരുവചനമാണ്. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 38. 1-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ രീതിയുടെ പ്രത്യേകത എന്താ? പരാതിയില്ലാതെ സമർപ്പിച്ചു. സമർപ്പണ പ്രാർത്ഥന, സമർപ്പിച്ചു. ഇതൊരു പ്രധാനപ്പെട്ട മേഖലയാണ്. ജീവിതത്തിൽ പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചൈതന്യം ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കൃപ എന്താണെന്നറിയാവോ? ആ വിഷയത്തെ സമർപ്പിക്കാനുള്ള ഒരു ബലം. പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങനെ ഒരു ബലം കിട്ടി. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. പിന്നെ എപ്പോഴെങ്കിലും പരിശുദ്ധ അമ്മ പിറുപിറുത്തോ, പരാതിപ്പെട്ടോ, സങ്കടപ്പെട്ടോ? ഇല്ല. പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, അതൊരു പ്രാർത്ഥനാ രീതിയാണ്. വീണ്ടും വചനത്തിൽ നമ്മൾ പഠിക്കുന്ന പരിശുദ്ധ അമ്മയുടെ അടുത്ത ഒരു പ്രാർത്ഥനാ രീതി എന്ന് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 47 മുതലുള്ള വചനങ്ങൾ. നേരത്തെ നമ്മൾ കണ്ടില്ലേ സ്തോത്രഗീതം? ഈ പ്രാർത്ഥനാ രീതി എന്താണ്? പാട്ടുപാടി സ്തുതിച്ചു. എങ്ങനെ? പാട്ടുപാടി സ്തുതിച്ചെന്ന്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ശുശ്രൂഷയിലൊക്കെ നമ്മൾ പാട്ട് പാടാറുണ്ട്. എന്തിനാ പാട്ട് പാടുന്നത്? പണ്ടത്തെ ഒരു രീതി എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരച്ഛൻ പ്രസംഗിക്കുന്നു, ഇടയ്ക്കൊരു പാട്ട്, വീണ്ടും പ്രസംഗിക്കുന്നു, അല്ലേ? ഈ പുട്ടിൻ്റെ അകത്ത് പീര ഇടുന്നത് പോലെ പ്രസംഗം, പാട്ട്, പാട്ട്, പ്രസംഗം, ആളുകളെ ഉണർത്താൻ. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഏതെങ്കിലും ഒരു ശുശ്രൂഷയുടെ ഇടയ്ക്ക് നടത്തുന്നൊരു കാര്യമല്ലെന്ന്, മറിച്ച്
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വിളിച്ചു വരുത്തുന്ന ഒരു ശുശ്രൂഷയാണ് പാട്ടുപാടി സ്തുതിക്കുന്നത്. ദൈവവചനത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ഈ ഗാനങ്ങൾ നമ്മൾ ആലപിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ വലിയ അനുഗ്രഹം കിട്ടും. അപ്പസ്തോല പ്രവർത്തനം 16, 25, 26. പൗലോസും ശീലാസും തടവറയിൽ കിടന്ന് എങ്ങനെ പ്രാർത്ഥിച്ചു? അവർ കീർത്തനം പാടിയെന്ന്, പാട്ടുപാടിയെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇഷ്ടംപോലെ കത്തോലിക്ക മതവിശ്വാസ മേഖലയിൽ വളരാൻ പറ്റി ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. നമ്മളൊക്കെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ആ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കണം, അല്ലേ? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹം, അല്ലേ? ഇങ്ങനെയുള്ള ഓരോ മേഖലകളെയും കുറിച്ച് പാട്ട് പാടി സ്തുതിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അഭിഷേകം ജ്വലിക്കും. അപ്പോൾ പാട്ട് പാടുന്നത് വെറുതെയല്ല, മറിച്ച് അതൊരു ശുശ്രൂഷയാണെന്ന് തിരിച്ചറിയണം. അടുത്തതായിട്ട് 6ാമത്തെ പ്രാർത്ഥനാ രീതി പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലരെപ്പോഴും പറയും, ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചോളാം, എനിക്ക് എൻ്റേതായ രീതികളുണ്ട്, എനിക്ക് വേറെ ആരുടെയും കൂട്ടത്തിൽ കൂടാൻ പറ്റത്തില്ല. പക്ഷെ പരിശുദ്ധ അമ്മ പറയുന്നത് എന്താണെന്നറിയാവോ? നീ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കണം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. കണ്ടോ? പരിശുദ്ധ അമ്മ ചെറുതിപ്പോയ ശിഷ്യന്മാരെയൊക്കെ ചേർത്ത് വെച്ചു, അല്ലേ? ചേർത്ത് വെച്ചിട്ട് കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന, കൂട്ടായ്മ. ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം, കൂട്ടായ്മയോട് ചേർന്നിരിക്കണം. ഒറ്റയ്ക്കുള്ളവനെ തിന്മ, പിശാച്, ശത്രു പെട്ടെന്ന് കീഴ്പ്പെടുത്തും. കൂട്ടായ്മയിലുണ്ടെങ്കിലോ നമുക്കൊരു ബലം ഉണ്ടാവും. കൂട്ടായ്മയുടെ പ്രാർത്ഥന. 7ാമത്തെ പ്രാർത്ഥനാ രീതി പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്നത് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു. ലൂക്കാസ് വിശേഷം 2-ാം അധ്യായം അതിൻ്റെ 42-ാം തിരുവചനത്തിൽ കൃത്യമായി വചനം പഠിപ്പിക്കുന്നൊരു കാര്യം ഇങ്ങനെയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 42-ാം തിരുവചനം. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. ദേവാലയത്തിൽ പതിവനുസരിച്ച് പോയി എന്ന് പറഞ്ഞാൽ അവർക്കൊരു പതിവുണ്ട്, ദേവാലയത്തിൽ പോകുന്ന പതിവ്. ദേവാലയ കാര്യങ്ങളോടുള്ള ബന്ധം. പ്രത്യേകിച്ച് കൊറോണ കാലമൊക്കെ വന്നപ്പോൾ ചിലർ പറഞ്ഞു, ഇനി എല്ലാം യൂട്യൂബിൽ മതി, ഇത്രയും നാൾ ഞങ്ങൾ ഓൺലൈനിലൊക്കെ കണ്ടല്ലോ, അത് മതി, ഇനി പള്ളി പോണോ? പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിൽ പോവുക, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക. ദേവാലയത്തോടുള്ള ബന്ധം, കൂട്ടായ്മയുടെ ബന്ധം ദേവാലയത്തിൽ നമ്മൾ അനുഭവിക്കണം. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ ഇടവക ദേവാലയത്തിൽ പോയി ഇടവക കൂട്ടായ്മയിലായിരുന്നു, ഇടവക വികാരിയച്ഛൻ്റെ, അല്ലേ, ആ സ്നേഹ കൂട്ടായ്മയിലായിരിക്കുക. ഒരുപക്ഷെ പല പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും സൗകര്യത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലും സാധാരണ ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഞായറാഴ്ചകളിൽ പറ്റുന്നിടത്തോളം ഇടവക പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പരിശുദ്ധ കൂട്ടായ്മയോട് ചേർന്നായിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ 7 പ്രാർത്ഥനാ രീതികൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയാണ്. നമുക്കൊരുമിച്ച് തുടർന്നുള്ള ആരാധന സമയത്ത് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഞങ്ങളുടെ സ്വഭാവത്തിലും ഈ ഒരു ആത്മീയ വളർച്ച ഉണ്ടാവണമേ. നമുക്ക് സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തി ഒരുമിച്ച് ആരാധനയിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പിച്ചേർന്ന് പാടാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ
പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളെയും അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ ഇന്നേ ദിവസം പ്രത്യേകമായി നമ്മുടെ പ്രാർത്ഥനാ ജീവിത രീതിയെ ബലപ്പെടുത്തുകയാണ്. വ്യത്യസ്തമായ തലങ്ങളിൽ പ്രാർത്ഥിക്കാമെന്ന് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മാത്രമേ ശരിയുള്ളൂ എന്ന് ചിന്തിച്ചിരുന്ന നമ്മുടെ മുമ്പിലാണ് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ രീതികൾ അത്ഭുതകരമായ ചില ബോധ്യങ്ങളിലേക്ക് നയിക്കുന്നത്. പരിശുദ്ധ അമ്മ സ്തുതിച്ച് പ്രാർത്ഥിച്ചവളാണ്. പരിശുദ്ധ അമ്മ ധ്യാനിച്ച് പ്രാർത്ഥിച്ചവളാണ്. പരിശുദ്ധ അമ്മ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയവളാണ്. പരിശുദ്ധ അമ്മ ഇതാ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചവളാണ്. പരിശുദ്ധ അമ്മ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചവളാണ്. പരിശുദ്ധ അമ്മ എപ്പോഴും പാട്ടുപാടി പ്രാർത്ഥിച്ചവളാണ്. പരിശുദ്ധ അമ്മ ദേവാലയത്തിൽ പോകുന്ന പതിവുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനുമുള്ള വലിയൊരു തീരുമാനം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോളൂ. നിന്റെ ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, പരിശുദ്ധ അമ്മയുടെ അതേ മനോഭാവത്തോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുക. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ ചിന്താഗതികളൊക്കെ മാറി. ഭയപ്പെട്ടിരുന്ന, അസ്വസ്ഥരായിരുന്ന, ചോദ്യങ്ങൾ ചോദിച്ചിരുന്ന മറിയം പിന്നീട് ചോദ്യം ചോദിച്ചില്ല, അസ്വസ്ഥപ്പെട്ടില്ല. മറിച്ച് വചനം പഠിപ്പിക്കുന്നു, പരിശുദ്ധ അമ്മയുടെ സ്വഭാവ രീതികൾ, പ്രാർത്ഥനാ രീതികൾ മാറി. 2 കരങ്ങളും അൾത്താരയുടെ നേരെ നീട്ടിപ്പിടിച്ച് ഈ വലിയ അഭിഷേകം ഈ പ്രാർത്ഥനാ ശുശ്രൂഷത്തിൽ നമുക്കും സ്വന്തമാക്കാം. യേശുവേ, എൻ്റെ മേലും ഈ കൃപ ചൊരിയണമേ. പരിശുദ്ധ അമ്മയുടെ മേലുണ്ടായിരുന്ന ഈ അഭിഷേകം എനിക്കും വേണം. ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം പരിശുദ്ധ അമ്മയിലൂടെ എനിക്കും ആവശ്യമാണ്, ആഗ്രഹിക്കണം. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. ദൈവശക്തി വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ആരാധന കർത്താവേ, ആരാധന കർത്താവേ. മഹത്വം, മഹത്വം, മഹത്വം കർത്താവേ. യേശുവേ, അമ്മേ മാതാവേ, അമ്മയ്ക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. പഠിക്കേ. അമ്മേ, അമ്മേ തായേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ, അമ്മേ തായേ, അമ്മയ്ക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ, അമ്മേ തായേ, അമ്മേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി, കരങ്ങൾ വീശിക്കൊണ്ട് ഓ ദൈവമേ, വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഈ സമയത്ത് ആശീർവാദം സ്വീകരിക്കുമ്പോൾ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഓ ദൈവത്തിന്റെ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ കൃപ സംഭവിക്കുവാൻ എന്നും മധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് എല്ലാവരും ചേർന്ന് ഈ സമയം ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുനാഥനെ ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുനാഥനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.